ഇത്രയൊക്കെ പറയും നിങ്ങളുടെ വിരോധം കൊണ്ടായത്. ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇത്രയും കഴിയോ? ചെയ്തിട്ടുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ചില സേവനങ്ങളൊക്കെ മുജാഹിദ് ചെയ്തിട്ടുണ്ട്. എന്താ അയാൾ പറയുന്ന ഭാഷ ഈ വേദിയിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ ചെയ്ത ഒരു സേവനം അത് അയാൾ തന്നെ പറയട്ടെ, എന്റെ നാവ് കേടുവരുത്തുന്നില്ല. ഇത് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലകളില്ല. കൈവച്ചത് എവിടെയാണ് എനിക്ക് പറയണ്ട, അയാളൊന്നുകൂടെ പറയട്ടെ. ഇത് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ? അപ്പോൾ മുജാഹിദ് സെന്ററിൽ വാങ്ങിവെക്കേണ്ട സാധനം എന്തൊക്കെയാണ്? ഖുർആന് സുന്നത്തുമല്ല, ഇമാമുകളുടെ കിതാബല്ല. ഈ പറയപ്പെടുന്ന സാധനങ്ങൾ വെച്ച് കച്ചവടം നടത്തിക്കോളൂ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ സമുദായത്തിന്റെ വിശ്വാസത്തിന്റെ നേരെ വരരുത്. ഈ സമുദായത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വരരുത്.